Hi, welcome to Competitive Cracker. It's me, Needu PM. ഇപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് CCയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. നമ്മുടെ ആപ്പിൽ നിങ്ങൾക്ക് വേണ്ട കംപ്ലീറ്റ് പാക്കേജ് ഉണ്ട്. എന്തൊക്കെയുണ്ട്? ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഡെയിലി മോക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുപോലെ തന്നെ മോക്ക് എക്സാം, അതുപോലെ PYQs, അതുപോലെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള നോട്ട്സ്, പിന്നെ നിങ്ങൾ എക്സാംസ് ഡെയിലി എക്സാംസ് എഴുതുന്നതിനനുസരിച്ച് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീക്ക് ഏരിയയും സ്ട്രെങ്ത്തും ഒക്കെ തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് നിങ്ങളുടെ സ്ട്രാറ്റജീസ് ഒക്കെ മാറ്റി പിടിക്കാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഗൈഡൻസും നൽകുന്ന നമ്മുടെ CC ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ലാത്തവർ ഗൂഗിൾ പ്ലേയിലും അതുപോലെ തന്നെ ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. എത്രയും പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പ്രിപ്പറേഷൻ കൂടുതൽ വേഗത്തിലാക്കുക. എത്രയും പെട്ടെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു പോസ്റ്റിൽ എത്താൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ മെയിൻസിലെ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട PYQs ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ്ലി ഡിഫറൻഷിയേറ്റ് ദ സ്ട്രക്ചറൽ മെക്കാനിസം ഓഫ് നീതി ആയോഗ് ആൻഡ് പ്ലാനിംഗ് കമ്മീഷൻ? പ്ലാനിംഗ് കമ്മീഷനിൽ നീതി ആയോഗിനെ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഓപ്ഷനാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ഇതാണ്: നീതി ആയോഗ് റീറ്റെയിൻസ് ഫിനാൻഷ്യൽ സ്റ്റാറ്റ്യൂട്ടറി പവേഴ്സ് ടു ഡയറക്ട്ലി അലോക്കേറ്റ് സെൻട്രൽ ഡെവലപ്മെന്റ് ഫണ്ട്സ് ടു സ്റ്റേറ്റ് ഗവൺമെന്റ്സ്. ഇതാണോ? നോക്കാം. ബി, നീതി ആയോഗ് ഫോളോസ് എ ബോട്ടം അപ്പ് ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ്. ബോട്ടം അപ്പ് ഡീസെൻട്രലൈസ്ഡ് planning model emphasized cooperative federalism. Keywords ശ്രദ്ധിക്കുക. Whereas the planning commission primarily followed a centralized top down model. Okay, ഇനി അടുത്ത ഓപ്ഷൻ നോക്കാം. നീതി ആയോഗ് formulates binding 5-year plans for the domestic economy, while the planning commission served purely as a non-binding research think tank. Then option D, Niti Aayog is a constitutional body created under Article 280, whereas Planning Commission was a statutory body created by an act of parliament. അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? ഏറ്റവും ആപ്റ്റ് ആയിട്ട് ഇരിക്കുന്നത് ഏതാണ്? ഏറ്റവും ആപ്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഏതാണ്? ബോട്ടം അപ്പ് അപ്രോച്ച് ആണ് അല്ലെ. ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ് ആണ്, ബോട്ടം അപ്പ് അപ്രോച്ച് ആണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നതാണ് എന്ത്? കോപ്പറേറ്റീവ് ഫെഡറലിസം. എന്നാൽ പ്ലാനിംഗ് കമ്മീഷൻ എങ്ങനെയായിരുന്നു? സെൻട്രലൈസ്ഡ് ആയിരുന്നു. കൂടുതൽ സെൻട്രൽ ഗവൺമെന്റിനായിരുന്നു ഇമ്പോർട്ടൻസ് ആൻഡ് ടോപ്പ് ഡൗൺ മോഡൽ ആയിരുന്നു. സെൻട്രലിൽ നിന്ന് സ്റ്റേറ്റിലേക്ക് എന്നുള്ള ഒരു രീതിയിലായിരുന്നു എന്തുണ്ടായിരുന്നത്? പ്ലാനിംഗ് കമ്മീഷൻ ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്? ബോട്ടം അപ്പിലേക്ക് മാറി അല്ലെ. നീതി ആയോഗ് January 1, 2015 ആണ് ആരംഭിച്ചത്. ദെൻ എന്താണ്? കോപ്പറേറ്റീവ് ഫെഡറലിസം തന്നെയാണ്. ദാറ്റ് മീൻസ് എന്താണ്? സ്റ്റേറ്റിന് കൂടുതൽ ആക്റ്റീവ് ആയിട്ടുള്ള പാർട്ട്ണർഷിപ്പ് കൊടുക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ബോട്ടം അപ്പ് അപ്രോച്ച്. അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ഫെഡറലിസം, ഒരു കോപ്പറേറ്റ് ചെയ്തുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റിന് മാത്രമല്ല, സെൻട്രൽ ഗവൺമെന്റ് ഒരു മൊണോപ്പൊളി പവർ ആവാതെ സ്റ്റേറ്റ് ഗവൺമെന്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. Planning Commission functionaries designed plans centrally and expected states to implement them. അതായത് സെൻട്രൽ ഗവൺമെന്റ് പറയും, പിന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ് അത് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു പ്ലാനിംഗ് കമ്മീഷന്റെ അപ്രോച്ച് എന്ന് പറയുന്നത്. ഇനി നീതി ആയോഗ് ഹാസ് സീറോ ഫണ്ട്. ഓക്കെ, സീറോ ഫണ്ട് അലോക്കേഷൻ പവേഴ്സ്. അതായത് ഫണ്ട് അലോക്കേറ്റ് ചെയ്യാനുള്ള പവർ നീതി ആയോഗിനില്ല. ഫണ്ട് അലോക്കേറ്റ് ചെയ്യുന്നത് ആരാണ്? മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ് എന്ത് ചെയ്യുക? ഫണ്ട് അലോക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി 5-year plans were stopped after the 12th plan. 12th plan വരെയായിരുന്നു 5-year plan ഉണ്ടായിരുന്നത്. 2012 to 2017 ആയിരുന്നു. പിന്നെ നീതി ആയോഗിന്റെ അപ്രോച്ച് എങ്ങനെയാണ്? 3-year ആക്ഷൻ അജണ്ട, 7-year സ്ട്രാറ്റജി, 15-year വിഷൻ ഡോക്യുമെന്റ് എന്നുള്ളതാണ് നീതി ആയോഗിന്റെ ഒരു പ്ലാൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. പിന്നെയോ ഇതെന്തല്ല? കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ല, അതുപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയും അല്ല, ഓൺലി ആൻ അഡ്വൈസറി ബോഡി മാത്രമാണ് നീതി ആയോഗ്. അടുത്ത ക്വസ്റ്റ്യൻ: ആസ് പാർട്ട് ഓഫ് ദി ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസ് ഇനീഷ്യേറ്റഡ് പോസ്റ്റ് 1991, വിച്ച് കമ്മിറ്റി സ്ട്രക്ചറലി റെക്കമെൻഡഡ് റെഡ്യൂസിംഗ് ദ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ആൻഡ് ക്യാഷ് റിസർവ് റേഷ്യോ ടു ഇൻക്രീസ് ലോണബിൾ ഫണ്ട്സ് വിത്ത് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്? ഏതാണ്? ഏത് കമ്മിറ്റിയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടത്? ഖേൽക്കർ കമ്മിറ്റി, നരസിംഹം കമ്മിറ്റി, ദെൻ ഊർജിത് പട്ടേൽ കമ്മിറ്റി, മൽഹോത്ര കമ്മിറ്റി. ഇതിലേത് കമ്മിറ്റിയുമായി റിലേറ്റ് ചെയ്തിട്ടാണ്
എന്താണ് ആഫ്റ്റർ 99 റിഫോംസിന് ശേഷം എന്ത് റെഡ്യൂസ് ചെയ്തത്? SLRും CRRും റെഡ്യൂസ് ചെയ്തത്. ദാറ്റ് ഈസ് നരസിംഹം കമ്മിറ്റിയാണ് അല്ലെ. നരസിംഹം കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് CRRലും SLRലും മാറ്റം വരുത്തിയത്. ഇനി ബാക്കി കമ്മിറ്റീസ്, ഖേൽക്കർ കമ്മിറ്റി എന്തുമായി ബന്ധപ്പെട്ടതാണ്? ടാക്സ് റിഫോംസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ദെൻ ഊർജിത് പട്ടേൽ കമ്മിറ്റി ആണെങ്കിൽ എന്താണ്? മോണിറ്ററി പോളിസി കമ്മിറ്റിയാണ്. മൽഹോത്ര കമ്മിറ്റിയോ ഇൻഷുറൻസ് സെക്ടർ റിഫോംസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഓരോ കമ്മിറ്റീസും അതിൻ്റെ ഏതാണ് അവരുടെ ടോപ്പിക്സും കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കേണ്ടതുണ്ട് എന്നുള്ളത് ഈ ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ് ഓർ regions and crop profiles benefited the most during the initial phase of the Green Revolution in India? Options: West Bengal and Assam jute and tea, Punjab, Haryana and Western Uttar Pradesh wheat and rice, Maharashtra and Gujarat cotton and groundnut, Bihar and Odisha pulses and സിറിയൽസ്. ഓക്കെ, ഇതിൽ നമുക്കറിയാം എന്താണ് ഏറ്റവും കൂടുതൽ ഗ്രീൻ റവല്യൂഷൻ ഇഫക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് വീറ്റും റൈസുമാണ്. പഞ്ചാബ്, ഹരിയാന ആൻഡ് വെസ്റ്റേൺ ഉത്തർപ്രദേശ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ഇന്ത്യാസ് മോഡേൺ ഇൻഫ്രാസ്ട്രക്ചർ നെറ്റ്വർക്ക്. നാഷണൽ വാട്ടർവേസ് 3 runs completely within the state of Kerala, connecting Kottappuram to Kollam. Statement 2, the largest share of grid connected commercial power generation capacity in India is derived from the hydroelectric plants. Okay, ഇതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. ഇപ്പൊ സ്റ്റേറ്റ്മെന്റ്സ് ഇതാണ്. കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? സ്റ്റേറ്റ്മെന്റ് 1 മാത്രമാണ് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡിൽ എന്താ പ്രശ്നം? ഇന്ത്യ ഈസ് എക്സ്പാൻഡിങ് ഇറ്റ്സ് റിന്യൂവബിൾ profile. That means thermal power still accounts for the largest share of India's total installed electricity generation capacity. Hydropower ranks significantly lower എന്നുള്ളതാണ്. ലോവർ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ഈ പവർ പ്രൊജക്റ്റ്, അതുപോലെ തന്നെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ബാങ്കിങ് സെക്ടർ റിഫോംസ്, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ ടോപ്പിക്സ് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? പഠിക്കേണ്ടതുണ്ട്. ഇനി അടുത്തത് GSTയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. അണ്ടർ ദ കറന്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് സ്ട്രക്ചറൽ ആർക്കിടെക്ചർ ഇൻ ഇന്ത്യ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കറക്റ്റ് റിഗാർഡിംഗ് ദ ട്രീറ്റ്മെന്റ് ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ്? ഓപ്ഷൻ എ, ക്യാപിറ്റൽ ഗുഡ്സ് ആർ കംപ്ലീറ്റ്ലി എക്സെംപ്റ്റ് ഫ്രം GST to promote domestic industrial manufacturing. Option B, capital goods are generally fall under the standard 18% of GST rate slab and businesses can claim input tax credit on them. Then GST on capital good is collected exclusively by state government as SGST with 0 components going to CGST. The last option, petroleum products used to fuel industrial capital goods are integrated under the central 28% luxury tax slab. ഇതിൽ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? സോ നമുക്കറിയാം ഓപ്ഷൻ ബി ആണ്. എന്താണ് ടാക്സ് റേറ്റ് എന്ന് പറയുന്നത്? എന്താണ്? ടു പ്രിവെന്റ് കാസ്കേഡിംഗ് ഇഫക്റ്റ് ഓഫ് ടാക്സസ്, ദ GST സ്ട്രക്ചർ അലൗസ് ബയേഴ്സ് ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് to claim input tax credit against the output tax liabilities of the finished products they manufacture. Most of these components fall under the 18% ടാക്സ് സ്ലാബ്. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ GST എന്താണ്, GST കൗൺസിൽ പഠിക്കുക, അതിൻ്റെ സ്ട്രക്ചർ പഠിക്കുക, ദെൻ 3 ടൈപ്സ് പഠിക്കുക, അതിൽ എത്രയൊക്കെ പെർസെൻറ്റേജ് എങ്ങനെയൊക്കെയാണുള്ളത്, അതിൻ്റെ മൈന്യൂട്ട് കാര്യങ്ങൾ പഠിക്കുക. കാരണം സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അത് എഴുതാൻ പറ്റണമെങ്കിൽ അതിൻ്റെ കോൺസെപ്ച്വൽ ക്ലാരിറ്റിയും അതിലെ മെയിൻ പോയിന്റ്സും നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നമ്മൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ ഏറ്റവും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. കാരണം മെയിൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഡെപ്തായിട്ട് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ എക്കണോമിക്സിൽ കഴിഞ്ഞ എക്സാമുകളിലായിട്ട് ചോദിച്ചിട്ടുള്ള അതിലെ എന്താണ് PYQs ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോ PYQസും കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ് വിശദമായിട്ട് പഠിക്കുക. അപ്പം നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഈ ഒരു എക്സാമിന് വരുന്ന എക്സാം തന്നെ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? നമ്മുടെ CCയിൽ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അതിതീവ്ര പരിശീലന ബാച്ച് ആയിരിക്കും അത്. കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് പ്രിപ്പയർ ചെയ്യുന്നവർ നിങ്ങളുടെ ജോലി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? നമ്മുടെ ബാച്ചിലേക്ക് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക.
അപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള അനാലിസിസും PYQ അനാലിസിസും ക്വസ്റ്റ്യൻസും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ സ്ട്രാറ്റജിക് ആയിട്ടുള്ളൊരു പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഇതാ CC തയ്യാറെടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളും കൂടെ കൂടിക്കോളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് 8590202323 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അഡ്മിഷൻ എടുക്കൂ. താങ്ക് യു സോ മച്ച്.